അടിയാടി നിൽക്കുക. ഒരു കൂട്ടമുണ്ട് കേട്ടോ. അത് ഉള്ളിലേക്ക് കയറുകയാണ്. പതുക്കെ നമുക്ക് മൂവ് ചെയ്താലോ. ഇതിനൊന്നും കൊമ്പില്ലല്ലേ? ആന കൊമ്പുണ്ട്. ഡേയ്, അതിന് നേരത്തെ കണ്ടതിന് ആന കൊമ്പാണ്. നേരത്തെ കണ്ട നമ്മള് ഫസ്റ്റ് കണ്ട് അത് തിരിയുന്ന കേട്ടാ. അളെ വരും വരും വരും. അടുത്തത് ഈ കാട് ഫുൾ ആനകളാണല്ലോ. ഫ്രണ്ട്സ്, നമ്മൾ സുൽത്താൻ ബത്തേരിന്ന് പുൽപ്പള്ളിക്ക് പോകുന്ന റൂട്ടാണ്. രാത്രി ഒരു 9 മണിയായി. നമ്മളിവിടെ കാടിനുള്ളിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റേ ആണ് ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടത്തേക്ക് പോകാനായിട്ടുള്ള ഒരു ടൈമിൽ വന്നതാണ്. പെട്ടെന്ന് പറഞ്ഞാൽ റോഡ് നിറയെ ആന കേട്ടോ. എന്താ വെച്ചാലേ അതിന്റെ കൂടെ കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മാക്സിമം കോപ്പറേറ്റ് ചെയ്യുക. ആ ആനിമൽസിനെ ഒന്നും ഉപദ്രവിക്കാതെ കാടിനുള്ളിലൂടെ എപ്പോഴും ട്രാവൽ ചെയ്യാൻ ശ്രമിക്കുക. അവസാനം നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. അടവി എക്കോ ടൂറിസത്തിലാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യുന്നത് കേട്ടോ. ഈ അടവി എന്ന് പറയുന്ന വയനാട്ടിലുള്ള കാടിനകത്തുള്ള സ്ഥലമാണ്. ഇത് ഓക്കെ, വെറും 1300 റുപ്പീസിനാണ് ഇത്രയും കിടില ഒരു റൂം. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? അതും വയനാട് കാടിനകത്ത്. വയനാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇങ്ങനെ ഒരു സ്റ്റേ ഫെസിലിറ്റി ഒരുക്കിയിരിക്കുന്നത്. ഇനി കേരളത്തിലല്ല, ഇന്ത്യയിൽ പോലും ഇങ്ങനെ കിടില ഒരു റൂം കിട്ടില്ല കേട്ടോ. 1300 റുപ്പീസിന് ഫാമിലി ആയിട്ടൊക്കെ വന്ന് താമസിക്കാൻ പറ്റുന്ന കിടില റൂം. വയനാട് ഫോറസ്റ്റും വയനാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ വേറെ ലെവലായി പോയിട്ടോ. ഈ റൂമിന്റെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ ഒരു ബാൽക്കണി ഉണ്ട്. ഇവിടെ ഇരുന്നാൽ രാത്രി തണുപ്പൊക്കെ ആസ്വദിച്ച് മാനുകളൊക്കെ വരുന്നതൊക്കെ കണ്ടിരിക്കാൻ പറ്റും. ഇത് കൂടാതെ ഇവിടെ ഒരു ബ്രിട്ടീഷ് ബംഗ്ലാവ് കൂടെ ഉണ്ട് കേട്ടോ. ഏകദേശം 140 വർഷം പഴക്കമുള്ള ഒരു ബ്രിട്ടീഷ് ബംഗ്ലാവിൽ താമസിക്കണമെങ്കിൽ, അതും കാടിനകത്ത് താമസിക്കണമെങ്കിൽ നേരെ ഇങ്ങ് പോകുന്നേക്ക് മോർണിംഗ് വൈബൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ സൺറൈസ് ഒക്കെ കണ്ട് ഒരു ചായയൊക്കെ കുടിച്ചിരിക്കുന്ന ഫീൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. വലിയ മരങ്ങൾക്കിടയിലൂടെ മഞ്ഞൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഒരു മോർണിംഗ് വാക്ക് തന്നെ അടിപൊളിയാണ്. ഈ സ്പോട്ട് വരുന്നത് സുൽത്താൻ ബത്തേരി പുൽപ്പള്ളി റൂട്ടിലെ ചെതലയം എന്ന് പറയുന്ന സ്ഥലത്ത് അടവി എക്കോ ടൂറിസം. ചെതലയം എന്ന് പറയുന്ന പേരിന്റെ പിന്നിൽ ഒരു ചെറിയ കഥ കൂടെ ഉണ്ട്. അതായത് വർഷങ്ങൾക്കൊക്കെ മുന്നേ സീതാലയമായിരുന്നു. സീത വന്ന് താമസിച്ച സ്ഥലം. പിന്നെ ആ പേര് പതുക്കെ രൂപമാറ്റം സംഭവിച്ച് ചെതലയം എന്നാണ് പറയപ്പെടുന്നത്. വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി.com എന്ന് പറയുന്ന വെബ്സൈറ്റ് കയറിയാണ് ബുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ? ഇനി നമുക്ക് നേരെ നമ്മുടെ സുഖുവേട്ടന്റെ ചായക്കടയിലേക്ക് ഒന്ന് പോവാം. അവിടെ ചെറിയ ഒരു കണക്ക് ബാക്കിയുണ്ട്. അപ്പൊ മമ്മൂക്കയുടെ ഒരു കടുത്ത ആരാധികയാണ്. ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും മമ്മൂക്ക കാണാൻ പറ്റുമായിരുന്നെങ്കിൽ പുള്ളിക്കാരി വന്നേനെ. അപ്പൊ സുഖുവേട്ടന്റെ ചായക്കട എന്നുള്ളത് വയനാട്ടില് കേരളം മൊത്തം ഇന്ന് ഫേമസ് ആണെന്ന് പറയാം. പുള്ളിക്കാരി ഒരു ചെറിയ സെലിബ്രിറ്റിയാണ്. പക്ഷെ പുള്ളിക്കാരിയുടെ കടുത്ത ആഗ്രഹം എന്ന് പറയുന്നത്, ജീവിതത്തിലെ ഒരേ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് മമ്മൂക്കയെ ഒരു തവണ കാണണമെന്നുള്ളതാണ് കേട്ടോ. മമ്മൂട്ടിയുടെ സിനിമ എല്ലാം കാണും, കഴിയുന്നതൊക്കെ കാണുകയും ചെയ്യും. പിന്നെ ഭയങ്കര ആരാധിക, ചെറുപ്പം മുതലേ അത്. പക്ഷെ ഇതുവരെ വന്നിട്ടില്ല മമ്മൂട്ടി കാണാന്. മമ്മൂട്ടിക്ക് വയ്യാതായപ്പോ എന്തായിരുന്നു ചെയ്തത്? വെള്ളൂർക്കായി പോയിട്ട് പട്ടു മേടിച്ചിട്ട്. ആളും അറിയില്ല, സിനിമാ നടനാന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ മനസ്സിൽ ഞാൻ ഇത് മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ടാണ് പാട്ട് സമർപ്പിക്കുന്നതെന്നും പറഞ്ഞ് നടക്കി കൊണ്ടുവച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ പോകുന്നു. അല്ലാണ്ട് മമ്മൂക്കയ്ക്കാന്നും പറഞ്ഞ് പാട്ട് പഠിച്ചിട്ട് എന്നെ അവിടെ നിർത്തും അവര്. 2 മാസം ആരോടും പറഞ്ഞില്ല. ഇത് മനസ്സിൽ തരുന്നതുകൊണ്ടാണ്. പിന്നെ കുറച്ച് കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞു, ഇങ്ങനെ ഞാനൊരു വഴിപാട് ചെയ്തായിരുന്നു, അതിൻ്റെ ഫലം എനിക്ക് കിട്ടി. അപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടായിരുന്നു. എനിക്ക് നേരി കാണണമെന്ന്, സന്തോഷം ഒന്ന് പങ്കുവെക്കണം, അത്ര മാത്രമേ. ഇത്രയും സിനിമാ നടന്മാരിൽ മറ്റാരോടും ഇല്ലാത്തൊരു സ്നേഹം മമ്മൂക്കനോട്. എൻ്റെ ഹൃദയത്തിനുള്ളിൽ മമ്മൂക്കേനെ ഇഷ്ടം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പൊ മമ്മൂക്കയുടെ ഒരു കടുത്ത ആരാധികയാണ്. ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും മമ്മൂക്ക കാണാൻ പറ്റുമായിരുന്നെങ്കിൽ പുള്ളിക്കാരി വന്നേനെ. പക്ഷെ ഇപ്പൊ നിവൃത്തിയൊന്നും ഇല്ല. അപ്പൊ മമ്മൂക്കയ്ക്ക് പറ്റുകയാണെങ്കിൽ ഒന്നെങ്കിൽ വീട്ടിൽ വിളിക്കുക, അല്ലെങ്കിൽ ഒരു തവണ നമ്മളെ സുഖുവേട്ടന്റെ കടയിൽ, വയനാട് നമ്മുടെ ചേകാടിക്ക് അടുത്താണ് സുഖുവേട്ടന്റെ കട എന്ന് പറയുന്നത്, ഒന്ന് വന്ന് ഒരു ചായ കുടിക്കുക. മമ്മൂട്ടി ഫാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്തേക്കെ. മമ്മൂക്ക വന്ന് ഒരു തവണ ഒന്ന് മീറ്റ് ചെയ്യട്ടെ. ഞാൻ ഒരു 3-4 വർഷം മുന്നേ ഇവിടെ വന്നപ്പോൾ അന്ന് സുഖേട്ടൻ ഇങ്ങനെ വയ്യാതിരിക്കുന്ന ഒരു സമയമായിരുന്നു. വയ്യാതിരുന്നെന്ന് പറഞ്ഞാൽ ഇവിടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ കാരണം ചായ അടിച്ച് പുള്ളിക്ക് കൈവയ്യാതായ ഒരു സമയമായിരുന്നു. അപ്പം അന്ന് എനിക്ക് ചായ കിട്ടിയില്ല. അപ്പോൾ ഞാൻ അന്ന് സുഖേട്ടന് കൊടുത്തൊരു വാക്കാണ്, ചേട്ടാ കുറച്ച് കാലം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ദിവസം ഞാൻ ചായ കുടിക്കാൻ ഇവിടെ വരാമെന്നുള്ളത്. പക്ഷെ ഇപ്പോൾ വന്നപ്പോൾ അന്നത്തെ വീഡിയോ കാണിച്ചു കൊടുത്തപ്പോൾ ചേച്ചി എന്നെ ഞെട്ടിപ്പോ, അയ്യോ ഞങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നെന്നുള്ളത് ഇപ്പോഴാണ് ഓർക്കുന്നതല്ലേ. കൈ വിളിക്കോ? കുഴപ്പമില്ല, കിടക്കട്ടെ. എന്തായാലും ഞങ്ങൾക്ക് ചായ കുടിക്കാൻ പറ്റിയില്ലെങ്കിലും ചായയുടെ കാശ് ഇരിക്കട്ടെ. അടുത്തോടെ വരുമ്പോൾ ഞാൻ ഫ്രീ ആയിട്ട് കുടിച്ചോളാം. നമ്മളെ കൊണ്ട് പറ്റുന്ന ചെറിയൊരു സഹായം ചെയ്തു. കാരണം ഇപ്പോൾ പുള്ളിക്കാരന് ഒരു വയ്യാത്ത അവസ്ഥയിലാണല്ലോ. അപ്പോഴാണല്ലോ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ളത്. ജോലി ചെയ്ത് ജീവിക്കുമ്പോൾ നമ്മളൊന്നും ചെയ്യണ്ട, അവർ അധ്വാനിച്ച് ജീവിച്ചോളും. അപ്പോൾ ഇനി എന്തെങ്കിലും വരുമ്പോൾ അതിന് പകരമായിട്ടൊരു ചായ കുടിക്കാം അല്ലേ. അയ്യോ ഞങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നെന്നുള്ളത് ഇപ്പോഴാണ് ഓർക്കുന്നതല്ലേ. അതായത് ഓരോ യാത്രയും എന്നെ സംബന്ധിച്ചിടത്തോളം ഓരോ മെമ്മറീസ് ആണ്. എന്നെ ഒരു സ്ഥലത്തേക്ക് വീണ്ടും പോകാൻ പ്രേരിപ്പിക്കുന്നത് ആ സ്ഥലം മാത്രമല്ല, അവിടെ കണ്ടുമുട്ടുന്ന ചില മനുഷ്യരും കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഈ സ്ഥലത്ത് വന്നത്. ഓക്കെ, യെസ്. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് നേരെ നാഗർഹോളെ ടൈഗർ റിസർവിനുള്ളിലേക്കാണ്. അവിടെയാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റേ ബുക്ക് ചെയ്തിരിക്കുന്നത്.
രാവിലെ ഒന്ന് റൂമിന് പുറത്തിറങ്ങിയതാണ്. അപ്പോൾ കണ്ട കാഴ്ചയായത്. കഴുത്തിങ്ങനെ വലിച്ചെടുത്തിരിക്കുക കേട്ടോ. ഒന്നെങ്കിൽ ലെപ്പേർഡ് അല്ലെങ്കിൽ ടൈഗറും. ഇതേതോ വന്നിട്ടുണ്ട് ഇവിടെ. ഫോറസ്റ്റിലെ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളിലും നമ്മൾ ടച്ച് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഏകദേശം 140 മുകളിൽ കടുവകളും അത്രത്തോളം തന്നെ പുലികളും ഉള്ള ഒരു ഏരിയ ആണിത്. ഒരു 10-60 കിലോമീറ്റർ ചുറ്റളവ് വനത്തിനുള്ളിൽ സ്റ്റേ ചെയ്യാനായിട്ട് ഈ ഒരു പ്ലേസ് മാത്രം. റൂമിലിരുന്നാൽ മതി. ഇതൊക്കെയാണ് കാഴ്ചകളെന്നുള്ളത്. ജസ്റ്റ് രാവിലെ ഒന്ന് നടക്കാൻ ഇറങ്ങിയാൽ ഇതൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. ഹനുമാൻ കുരങ്ങിനെ കാണാൻ പറ്റി, മലയണ്ണാനുണ്ട്. പിന്നെ നൈറ്റ് ആയി കഴിഞ്ഞാൽ ഒരു കാരണവശാലും പുറത്തേക്ക് ഇറങ്ങാൻ സമ്മതിക്കത്തില്ല. ഫുൾ ഇലക്ട്രിക് ഫെൻസ് സെക്യൂർഡ് ആണ്. ബിക്കോസ് നൈറ്റ് ലെപ്പേർഡ്, ടൈഗർ, എലിഫന്റ് എല്ലാം ഉണ്ടായിരിക്കും. കേരളത്തിന്റെ വയനാടിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന നാഗർഹോളെ ടൈഗർ റിസർവിലാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളത്. ഇപ്പൊ ഗംഗോത്രി എന്ന് പറയുന്ന ഒരു കോട്ടേജിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. കർണാടക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ളതാണിത്. ബുക്കിംഗ് വരുന്നത് നാഗർഹോളെ ടൈഗർ റിസർവ്.com വഴിയാണ്. രാവിലെ തന്നെ നമ്മൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങി. കാരണം രാവിലെ ഈ മോർണിംഗ് ലൈറ്റിൽ, ഗോൾഡൻ ലൈറ്റിൽ ഈ ഫോറസ്റ്റ് ഒക്കെ ഫുൾ ആസ്വദിച്ചു റൈഡ് അടിപൊളിയാണ് കേട്ടോ. എന്താ വ്യൂ അല്ലേ. മോർണിംഗ് കാറും എടുത്തത് ഈ കാടിനുള്ളിലൂടെ ഇറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു കാഴ്ചയായത്. ആ ഗോൾഡൻ ലൈറ്റിൽ എലിഫന്റ് അങ്ങനെ നടന്നു പോകുന്ന ഒരു കാഴ്ച. ഇതൊക്കെ എല്ലാ ഫോട്ടോഗ്രാഫറുടെയും ഒരു ഡ്രീം ഫ്രെയിമാണ് കേട്ടോ. സൂര്യന്റെ മാജിക്കൽ ലൈറ്റിൽ ദേ ഇങ്ങനെ വൈൽഡ് ആനിമൽസിനെയൊക്കെ കണ്ടൊരു ഡ്രൈവ്. സംടൈംസ് സൂര്യൻ ഇങ്ങനെ കാടിനുള്ളിലൂടെ ടോർച്ച് അടിച്ച് നോക്കുന്നതാണെന്ന് തോന്നും കേട്ടോ. അപ്പൊ ഇനി ഇവിടെ നിന്ന് നേരെ നമുക്ക് ഒരു ആനയുടെ തല വെട്ടി വെച്ചിരിക്കുന്നത് കാണാൻ പോയാലോ. അടുത്തതായിട്ട് നമ്മൾ മൈസൂർ പാലസിൽ എത്തിയിരിക്കുകയാണ്. ആനയുടെ തല വെട്ടി വെച്ചിരിക്കുന്നത് കാണാൻ പോയാലോ. ജസ്റ്റ് കിഡിങ് എന്നായിരിക്കും എല്ലാവരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് അല്ലേ. സംഭവം സത്യമാണ്. ആ ഒരു കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. കൂർഗ് വനമേഖലയിലെ കൊലയാളികളായിട്ടുള്ള 2 ആനകളുണ്ടായിരുന്നു. മനുഷ്യർക്കൊക്കെ നിത്യവും ശല്യമായിരുന്നു. അപ്പൊ ആ ആനകളെ വേട്ടയാടി പിടിച്ച് അതിന്റെ തല കട്ട് ചെയ്ത് ഒരു സ്ഥലത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. അത് വേറെ എവിടെയല്ല, നമ്മുടെ മൈസൂർ പാലസിലാണ്. ആ പാലസിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇതാണ് ആനയുടെ ഒറിജിനൽ തല. പലപ്പോഴും മൈസൂർ പാലസ് വിസിറ്റ് ചെയ്യുന്ന പലരും ഇതിനെ തിരിച്ചറിയാറില്ല എന്നുള്ളതാണ്. ഇത് ആർട്ട് വർക്കൊക്കെ ആണെന്ന് വിചാരിച്ച് തെറ്റിദ്ധരിച്ച് പോകാറുണ്ട്. ഇത് ഒറിജിനൽ തലയാണ് മക്കളെ, ആനയുടെ ഒറിജിനൽ തല. ഇതൊക്കെ ലൈഫിൽ ഒരു തവണ കണ്ടിരിക്കേണ്ട ഒരു കാഴ്ചയാണ്. അപ്പൊ നെക്സ്റ്റ് ട്രിപ്പ് നേരെ മൈസൂർ പാലസിലേക്ക് വിട്ടോ. 1955 ഇങ്ങനെ ഒരു ഇൻസിഡന്റ് നടന്നത്. അന്നത്തെ രാജാവായിട്ടുള്ള ജയ് ചാമരാജ് അദ്ദേഹമാണ് ഈ പ്രശ്നക്കാരനായ 2 ആനകളെ വേട്ടയാടി പിടിച്ച് അതിന്റെ തല കട്ട് ചെയ്ത് സ്റ്റഫ് ചെയ്ത് ഇന്നും മൈസൂർ പാലസിൽ സൂക്ഷിച്ചിരിക്കുന്നത്. ഇനി മൈസൂർ പാലസ് ഒക്കെ വിസിറ്റ് ചെയ്യാൻ പോകുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്, അവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. മൈസൂർ പാലസിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞെങ്കിൽ നേരെ നമുക്ക് പോവാം നമ്മുടെ ഗുണ്ടൽപേട്ടിലേക്ക്. അവിടെ നമ്മുടെ ഹിമവത് ഗോപാൽ സ്വാമി ബെട്ടയിൽ വൈകിട്ട് 4 മണിക്ക് മുന്നേ എത്തണം കേട്ടോ. 4 മണിക്കാണ് ലാസ്റ്റ് ബസ് പോകുന്നതും കാത്തു നിൽക്കുന്ന ആനയെ കണ്ടിട്ടുണ്ടോ? വൈകുന്നേരം നടയടച്ച് പൂജാരി പോയി കഴിഞ്ഞാൽ കാട്ടാനകൾ കാവൽ നിൽക്കുന്ന ആ ഒരു ടെമ്പിളിനെ കുറിച്ച് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? വൈകുന്നേരം 5 മണിക്ക് നടയടച്ച് പൂജാരിയും ഭക്തരും ഒക്കെ ലാസ്റ്റ് ബസ്സിൽ കയറുന്നതും കാത്തു നിൽക്കും കാട്ടാനകൾ. ബസ് പുറപ്പെടുന്ന സമയം തന്നെ ആനകൾ കോവിലിനുള്ളിലേക്ക് പ്രവേശിക്കും. എന്തിനെന്നറിയാമോ? രാത്രി മുഴുവൻ ആ കോവിലിന് കാവലായി നിൽക്കാൻ. പൂജാരിയും ആനയും തമ്മിലെ ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി. കൊടും കാടിനുള്ളിൽ മലയ്ക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കോവിലിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. കാട്ടിലെ കണ്ണൻ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് കൃഷ്ണനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഇനി ഈ സ്പോട്ട് വരുന്നത് നമ്മുടെ കർണാടകയിലെ ബന്ദിപ്പൂർ ടൈഗർ റിസർവിനുള്ളിലെ ഹിമവത് ഗോപാൽ സ്വാമി ബെട്ട എന്നാൽ കുന്ന് എന്നാണ് അർത്ഥം. അപ്പൊ മലയ്ക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കൃഷ്ണ ക്ഷേത്രമാണ് ഇവിടെ ഉള്ളത്. ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഉണ്ട്, ഹിമവത് ഗോപാൽ സ്വാമി ബെട്ട. ഇവിടെ വന്നാൽ ഫോറസ്റ്റിന്റെ ചെക്ക് പോസ്റ്റിൽ നമ്മുടെ വെഹിക്കിൾസ് ഒക്കെ പാർക്ക് ചെയ്തിട്ട് അവരുടെ KSRTC ബസ്സിലാണ് നമ്മളെ മുകളിൽ കൊണ്ടുപോകുന്നത്. അപ്പൊ നെക്സ്റ്റ് ഗുണ്ടൽപേട്ടും ബന്ദിപ്പൂരും ഒക്കെ യാത്ര പ്ലാൻ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്, യൂസ്ഫുൾ ആയിരിക്കും. യെസ്, ഗോപാൽ സ്വാമി ബെട്ടയൊക്കെ കണ്ടു കഴിഞ്ഞു. നൈറ്റ് ഫുഡൊക്കെ അടിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ റിട്ടേൺ അങ്ങോട്ട് പോവുകയാണ്. നൈറ്റ് ബന്ദിപ്പൂർ കാടിനുള്ളിലൂടെ ഒരു ഡ്രൈവ്, അതെല്ലാവരുടെ ഒരു ഡ്രീമാണ് കേട്ടോ. ഞങ്ങളൊരു വളവ് വളഞ്ഞതും നിൽക്കുന്നു ഫ്രണ്ടില്. കുറച്ച് റോങ് ആണ്. നമുക്ക് എത്രയും പെട്ടെന്ന് എസ്കേപ്പ് ചെയ്യുന്നതാണ് നല്ലത്. ജസ്റ്റ് മിസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് മിസ്സായിരുന്നു കേട്ടോ. ഒരു കൂട്ടാനകൾ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ നൈറ്റ് ഒക്കെ ബന്ദിപ്പൂർ ടൈഗർ റിസർവിനുള്ളിലൂടെ ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇപ്പൊ ആനകളൊക്കെ കുറച്ച് വയലന്റ് ആണ്. ആനകളിൽ നിന്നൊക്കെ എങ്ങനെയെങ്കിലും കുത്തു കിട്ടാതെ രക്ഷപ്പെട്ട് ഒന്ന് കൂളാക്കാൻ വേണ്ടി പെരിന്തൽമണ്ണ വന്ന് നിൽക്കുക കേട്ടോ. രാത്രി 1:30 ഈ ഒരു ഷോപ്പിൽ തിരക്കിന് ഒരു കുറവില്ലെന്നുള്ളതാണ്. ഇവിടെ ഇത്രയും ആൾക്കാരെ ആകർഷിക്കുന്ന എന്താണെന്ന് അറിയാമോ? ഇവിടുത്തെ അവിൽ മിൽക്ക്. അത് കുടിക്കാനാണ് നമ്മൾ വന്നത്. ഈ സ്പോട്ട് വരുന്നത് പെരിന്തൽമണ്ണ ജംഗ്ഷനിലെ മൂതയിൽ സ്വീറ്റ്സ്. യെസ്, ഇവിടുത്തെ അവിൽ മിൽക്ക് കേരളം ഫുള്ള് ഫേമസ് ആണെന്ന് പറയാം. ഇതുവഴി പോയാൽ എപ്പോഴും 24 hours നിങ്ങൾക്ക് ഇവിടെ അവൽ മിൽക്ക് കിട്ടും. പല ഫ്ലേവേഴ്സിലുള്ള അവൽ മിൽക്ക് ഉണ്ട്. ബൂസ്റ്റ് ഉണ്ട്, ഹോർലിക്സ് ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്, ബട്ടർ സ്കോച്ച് ഉണ്ട്. അങ്ങനെ വെറൈറ്റി അവൽ മിൽക്ക് ഇവിടെ വന്നാൽ കുടിക്കാൻ പറ്റും. രാത്രി 1:30 ഇതാണ് അവസ്ഥയെങ്കിൽ ഡേ ടൈമിന്റെ കാര്യം പറയണ്ടല്ലോ. അപ്പൊ നെക്സ്റ്റ് പെരിന്തൽമണ്ണയൊക്കെ വഴി പാസ് ചെയ്യുമ്പോൾ ഈ അവൽ മിൽക്ക് കുടിക്കാൻ മറക്കണ്ട.
അപ്പോൾ ഇതൊരു പക്ക 3 days ട്രിപ്പാണ്. നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്തേക്ക്. സോ ഇതുപോലുള്ള വീഡിയോസ് ആണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ഒപ്പം തന്നെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കണ്ട.